നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് തുടക്കമായി. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പുസ്തകോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ലോക സാഹിത്യ നഗരിയായതുപോലെ തിരുവനന്തപുരം യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സ്ഥാനത്തിന് അർഹമാകുമെന്ന് പ്രത്യാശിക്കുന്നതായും ലോക സാഹിത്യോത്സവത്തിന്റെ ഭൂപടത്തിൽ തിരുവനന്തപുരത്തെയും അടയാളപ്പെടുത്തട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിച്ചു. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ അവാർഡ് M. മുകുന്ദന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. പല കാര്യങ്ങളിലും ഇതര നിയമസഭകൾക്കും ഇന്ത്യൻ പാർലമെന്റിന് തന്നെയും മാതൃക കാട്ടിയിട്ടുള്ള കേരള നിയമസഭ സാഹിത്യോത്സവത്തിൻ്റെ കാര്യത്തിലും മാതൃക കാട്ടാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഇളം തലമുറയെ അക്ഷരങ്ങളുടെ, പുസ്തകങ്ങളുടെ വെളിച്ചത്തിലേക്ക് വലിയ തോതിൽ ആകർഷിക്കുന്ന വിധത്തിലാണ് നടത്തപ്പെടുന്നത് എന്നതും പുറത്തുനിന്ന് വളരെ പ്രമുഖരായ സാഹിത്യ പ്രതിഭകൾ എത്തുന്നു എന്നതും അവരുമായി ആശയവിനിമയം നടത്താൻ കേരളത്തിലെ വായനാ സമൂഹത്തിന് ഇത് അവസരമൊരുക്കുന്നു എന്നതും നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ്. സാഹിത്യകാരൻ ദേവദത്ത് പട്നായിക് KLIPF സ്മരണിക പ്രകാശനം ചെയ്തു. 13 വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ 250-ലധികം സ്റ്റാളുകളിലായി 150-ലധികം പ്രസാധകർ പുസ്തക പ്രദർശനവും വിൽപ്പനയും നടത്തും. 350-ലേറെ പുസ്തകങ്ങളുടെ പ്രകാശനവും 60-ലധികം പുസ്തകങ്ങളുടെ ചർച്ചയും ഈ ദിവസങ്ങളിൽ നടക്കും. കേരള നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സ്റ്റാളുകൾ രാവിലെ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു.